കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വീണ്ടും നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വിശ്വസ്തത അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും എല്ലാം അതീതമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടി ആയിരിക്കുമോ? ആമേൻ. ഉറപ്പോടുകൂടി ആയിരിക്കുമോ? ഇന്ന് രാത്രി ദൈവവചനത്തിന് ചിന്തിക്കാനായിട്ട് ഫിലിപ്പ് ലേഖനം അതിന്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13. Philippians chapter 3 verse 13. சகோதரரே, அதை பிடித்துக்கொண்டேன் என்று நான் எண்ணுகிறதில்லை. ஒன்று செய்கிறேன், பின்னானவைகளை மறந்து முன்னானவைகளை நாடி. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഇവിടെ വചനത്തിൽ പറയുന്നത് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹൂ സ്ട്രെങ്തൻസ് മീ. അപ്പൊ എന്നെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആമേൻ. സകലത്തിനും മതിയായവനാണ്. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ രണ്ട് കാര്യത്തിൽ വെച്ച് പറയും. എന്റെ ജയം, ഞാൻ ജയിച്ചത്, അതെന്റെ കഴിവല്ല, അത് വല്ലവരുടെയും സംഭാവനയാണ്. ഞാൻ തോറ്റത്, തോക്കാൻ കാരണം ഇന്ന ആളുടെ പ്രശ്നം. അപ്പൊ തോൽക്കാൻ കാരണം വേറെ ആരാണ്, ജയിക്കാൻ കാരണം വേറെ ആരാണ്. അപ്പൊ നമ്മള് ജയിക്കുന്നതിന്റെ ക്രെഡിറ്റ് വല്ലവർക്കും കൊടുക്കും, തോൽക്കുന്നതിന്റെ കുറ്റവും വേറൊരാളുടെ കയ്യിലേക്ക്. പക്ഷേ നമ്മുടെ ഈ വചനത്തിൽ, ദൈവവചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് തോൽവിയും ജയവും നിശ്ചയിക്കുന്നത് ചുറ്റുപാടുകളോ സാധ്യതകളോ സാഹചര്യങ്ങളോ അല്ല. ഞാനത് വീണ്ടും പറയാം. ജയിച്ചവരാരും ജയിക്കാൻ വേണ്ടി ജനിച്ചവരല്ല. തോറ്റവരാരും തോൽക്കാൻ വേണ്ടി ജനിച്ചവരുമല്ല. പക്ഷേ തോൽവിയെ തെരഞ്ഞെടുത്തവർ തോറ്റു, ജയത്തെ തെരഞ്ഞെടുത്തവർ ജയിച്ചു. അപ്പൊ അത് തോൽക്കാൻ കാരണം എന്താ? ജീവിതത്തിൽ വിഷയങ്ങളുണ്ടായി. അപ്പോഴവര് തീരുമാനിച്ചു, ഇതോടുകൂടെ ഞാൻ പോയി, ഇനി എനിക്ക് വേണ്ട, ഇനി ആ ഭാഗത്തേക്ക് ഞാനില്ല, ഇനി എനിക്ക് ഒന്നും വേണ്ട, ഇനി എനിക്ക് ജോലിയും വേണ്ട, എനിക്ക് കുടുംബവും വേണ്ട, എനിക്ക് പണവും വേണ്ട, എനിക്ക് വണ്ടിയും വേണ്ട, മടുത്തു. അത് അവരുടെ തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇതെന്റെ അവസാനമല്ല കേട്ടോ, ഇതെന്റെ എൻഡ് അല്ല. എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, ജയിക്കാൻ, എന്റെ ജീവിതത്തിൽ തോൽക്കാൻ വേണ്ടി ചിലതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചിലതെന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പോഴുണ്ടായ സാഹചര്യം എന്റെ എൻഡ് അല്ല. ആമേൻ. ഇന്ന് വൈകുന്നേരം അസ്തമിച്ച സൂര്യൻ എന്നേക്കുമായി അസ്തമിച്ചതല്ല. ഈ ഇരുട്ട് മാറി ഒരു പ്രകാശം വരും. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഈ ഇരുട്ടിനകത്ത് ഞാൻ വെപ്രാളപ്പെടുകയല്ല. ഇരുട്ട് എനിക്ക് റെസ്റ്റിന് വേണ്ടിയുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ നല്ലപോലെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പലരുടെയും ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ പോലും കുഴപ്പത്തിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? രാത്രിയിൽ വിശ്രമിക്കേണ്ട സമയമാണ്. ആ വിശ്രമ സമയം നമ്മൾ കഠിനാധ്വാനത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വീക്കാവും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇരുട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്ട്രഗിൾ ചെയ്യാൻ നിൽക്കരുത്. കർത്താവിൽ റെസ്റ്റ് എടുക്കുക. തന്നെ ഇരുട്ട് മാറി വെളിച്ചം വരുമ്പോ നീ ആക്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ജയിച്ചവരാരും ജയിക്കാൻ വേണ്ടി ജനിച്ചവരല്ലായിരുന്നു. തോറ്റവരാരും തോൽക്കാൻ വേണ്ടി ജനിച്ചവരല്ല. അവർ ജയിച്ചപ്പോൾ അവർ തോൽവിയെ തെരഞ്ഞെടുത്ത് തോറ്റുപോയി, ജയത്തെ തെരഞ്ഞെടുത്ത് ജയിച്ചു.
അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ പഴി പറഞ്ഞ് അതൊരു ക്യാരക്ടറാണ്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം, ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ഇന്ന് സൂര്യൻ അസ്തമിച്ചു, യെസ്, അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞേ ഉള്ളൂ, അടുത്ത ദിവസം വരും. പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. കാരണം എന്റെ നഗ്നനേത്രങ്ങളുടെ കാഴ്ചയെ നശിപ്പിക്കുന്ന പുറമേയുള്ള സൂര്യൻ അസ്തമിച്ചു എന്നേ ഉള്ളൂ. എന്റെ അന്തരംഗത്തിൽ ദർശനം തരുന്ന സൂര്യൻ രാവും പകലും ഒരുപോലെ ഉദിച്ചു നിൽക്കുക. അതുകൊണ്ട് എനിക്കറിയാം ഈ ഇരുട്ടും മാറും, ഈ അവസ്ഥയും മാറും, ഈ സാഹചര്യവും മാറും, ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും, എനിക്കറിയാം. ജീവിതത്തിൽ തോറ്റവരെന്നെ കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് സൂര്യനെ അസ്തമിച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ്. അതേ പ്രകാശത്തോടെ, ആമേൻ, ശോഭയോടുകൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന നീ കാണും. ആമേൻ. അതായത് വലത്തേക്കാൾ എപ്പോഴും മുമ്പിൽ തന്നെ ഇരുന്നാൽ നടക്കാൻ പറ്റത്തില്ല. വലത്തേക്കാൾ മുമ്പിൽ ഇരിക്കുമ്പോ വലത്തേക്കാൾ ഇടത്തേക്കാലിനോട് പറയുക, എടാ തോറ്റവനെ, ഞാൻ കണ്ടോടാ വലതുകാല് ഞാൻ എപ്പോഴും മുമ്പിലാ, നീ ഇടതുകാല് നീ എപ്പോഴും പുറകില്ല. ഈ വലതുകാല് ഇടതുകാലിന് അവസരം കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ. ചിലപ്പോ ചില കാര്യത്തിൽ നീ പുറകിൽ നിന്നിരിക്കും, പക്ഷെ ആ പുറകിൽ നിൽക്കുന്ന കാലം മുന്നോട്ടെന്ന് എടുത്തു വെച്ചേ, അപ്പോഴാണ് നിനക്ക് നടക്കാൻ പറ്റുന്നത്. അപ്പോ ചിലയിടത്ത് നീ ഇന്നത്തെ പകൽക്കാലം മൊത്തം ഇന്നൊരു നല്ല ദിവസം ആയിരുന്നില്ല, ഇന്ന് മൊത്തത്തിൽ നോക്കിയ ഒരു ടെൻഷന്റെ ദിവസമായിരുന്നു, സാരമില്ല, ഇന്ന് നീ ടെൻഷൻ അടിച്ചതിനും കൂടെ ചേർത്ത് നാളെ വരുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാം? ഈ ഞാൻ ഇവിടുന്ന് ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്തേക്ക് പോകും, അത് കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്തേക്ക്. ഇപ്പൊ ഇവിടെ ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഓവർ ഉള്ളത് കൊണ്ട് എനിക്ക് നേരെ പോകുന്നതിന്റെ ഒരു ഫീൽ ഇല്ല. പക്ഷെ മുമ്പ് ശനിയാഴ്ചയായിരുന്നു അവിടെ പ്രയർ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3 മണിക്കൂർ യാത്ര എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് വണ്ടിയെ നിറങ്ങുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് എന്റെ കാലി മടങ്ങി തന്നെ ഇരിക്കുകയല്ല, നൂരുന്ന കാലാണ്, കൈ മടക്കാൻ പറ്റും, കൈ ഉയർത്താൻ പറ്റും, ഇതൊക്കെ 3 മണിക്കൂർ ഇരുന്ന് അവിടെ ചെല്ലുമ്പം ഒരു ബോധമുണ്ടാകും. പക്ഷെ ഇപ്പൊ ഈ പോയി വന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കടയിൽ ചെന്ന് പപ്പടം മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ലാഘവമുള്ള ഇപ്പം, കാരണം എവരിഡേ നടന്നു. ഇതുപോലായിരുന്നു ഈ ദൈവജനം എരിഹോയുടെ മുമ്പ് ചുറ്റും ഇങ്ങനെ നടക്കുക. ആദ്യത്തെ ദിവസം നടന്നപ്പോ ഈ ചേട്ടന്മാർ വന്ന് പറഞ്ഞു, ഓ ഇത് ഇച്ചിരി വലിയ മതിലാ കേട്ടോ. ഈ 2ാം ദിവസം നടന്നിട്ട് വന്ന് പറഞ്ഞു, ഇന്നലത്തെ അത്ര വലിപ്പമില്ലായിരുന്നു. മിനിഞ്ഞാന്ന് ആദ്യത്തെ ദിവസം കറങ്ങിയിട്ട് വന്ന ഓയിലൊക്കെ ഇട്ട് നല്ല എണ്ണയൊക്കെ കുഴമ്പൊക്കെ തേച്ച് തിരുമ്മിട്ടൊക്കെ കടന്നുറങ്ങി. കാരണം ഇത്രയും നടക്കുന്നത് വലിയ പ്രയാസം, മതിലിന് ചുറ്റുമുള്ള ഓട്ടം. മറ്റേന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ യാത്ര എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ മതിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൂടി ചുറ്റിത്തീരണം നിർബന്ധമാണ്. അപ്പൊ ഓട്ടത്തിന് സ്പീഡ് കൂടി, മസിലിനൊക്കെ വേദനയാണ്. 2ാം ദിവസം നടന്നപ്പോ അവർക്ക് നേരത്തെ അത്രയും വലുതല്ല. 3ാം ദിവസം നടന്നപ്പോ അവർ കുറച്ചുകൂടെ ചെറുതായി, കാരണം അവർ യൂസ്ഡ് ആയി. 4ാം ദിവസം നടന്നപ്പോ കുറച്ചുകൂടെ, 5ാം ദിവസം നടന്നപ്പോ കുറച്ചുകൂടെ, 6ാം ദിവസം നടന്നപ്പോ കുറച്ചുകൂടി, 7ാം ദിവസം 7 പ്രാവശ്യം നടന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം മതില് പൊട്ടിയത് അവരുടെ മനസ്സിലാ. മനസ്സിൽ മതില് പൊട്ടിയ പുറമെയുള്ള മതിൽ താനേ പൊട്ടും. ലഡു പൊട്ടി, മനസ്സിനകത്ത് മതില് പൊട്ടിയ താനേ പുറമെയുള്ള മതില് പൊട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അകത്ത് പിശാച് തോറ്റെങ്കിൽ പുറമേ അവൻ തോക്കും. നിന്റെ അകത്ത് രോഗം തോറ്റെങ്കിൽ പുറത്തുള്ള രോഗവും തോക്കും. നിന്റെ അകത്ത് ദാരിദ്ര്യം തോറ്റെങ്കിൽ പുറമേയുള്ള ദാരിദ്ര്യം തോക്കും. അകത്ത് പരാജയം, അല്ലെങ്കിൽ എല്ലാ തിന്മകളും തോറ്റെങ്കിൽ പുറമെയും നിനക്ക് ജയമുണ്ട്, വിടുതലുണ്ട്, അത്ഭുതമുണ്ട്. ഞാൻ പറയട്ടെ, ഈ 2026 നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവിക പ്രവൃത്തിയുടെ ഒരു വർഷമായിട്ട് കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ മൈ ഗാഡ്, എനിക്ക് പറയാൻ പറ്റത്തില്ല, വളരെ അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു രാത്രിയായിരുന്നു ഇന്നത്തെ രാത്രിത്തെ മീറ്റിംഗ്. വളരെ പവർഫുൾ മീറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത്
ഈ മതിൽ ഇങ്ങനെ ചുറ്റി ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ അകത്തുനിന്ന് ഈ മതിൽ അങ്ങ് പൊട്ടട്ടെ. അയ്യോ, ഇത് വലിയ പ്രശ്നം. ആ അകത്തുനിന്ന് ഫ്രീ ആയിട്ടൊന്ന് കണ്ടേ. എന്താ പ്രശ്നം? ഇതിന്റെ പ്രശ്നം. കുഴപ്പമില്ല, നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളൊന്ന് കൂളായിക്കേ, ഒന്ന് തണുത്തേ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ കാര്യത്തെ ഇങ്ങനെ വലിയ ഭാരമായിട്ട് കാണാതെ ടേക്ക് ഇറ്റ് ഈസി. നമ്മുടെ ജീവിതത്തിനകത്ത് ആ റെസ്റ്റ് ഇൻ പീസ്, RIP, അതായത് നമ്മള് ഈ മരിച്ചു കഴിഞ്ഞ് അങ്ങ് എന്താ പറയുന്നത്, റെസ്റ്റ് ഇൻ പീസ് അല്ല, ക്രിസ്തുവിലാണ് RIP, ക്രിസ്തുവില. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിലുള്ള ആ ഒരു ബന്ധത്തിലേക്ക് ഒന്ന് വന്നേ, നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞ്, നിങ്ങളെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്ത്, നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞ് എനിക്കിത് സാധ്യമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, നിങ്ങളുടെ അകത്ത് ചില മതിലുകൾ ഒന്ന് ഇടിയട്ടെ. നിങ്ങളുടെ മനസ്സിനകത്ത് ചില വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഒന്ന് മാറട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തു തുടങ്ങിയ ചില പ്രവർത്തികൾ ഒന്ന് കണ്ടേ, അതിന്റെ മഹത്വത്തെ ഒന്ന് കണ്ടേ, അതിന്റെ ജീവനെ ഒന്ന് കണ്ടേ, അതിന്റെ സാന്നിധ്യത്തെ ഒന്ന് കണ്ടേ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. അതിനെ പൂർത്തീകരിക്കണമെന്നൊരു വലിയ പദ്ധതി നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങൾ നിരാശപ്പെടാതെ ഫിലിപ്പിയർ 4:13 പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ശക്തമാക്കുന്ന എന്ന് പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം എന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 5. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 5. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. அதற்கு சீமோன், ஐயரே, முழுதும் நாங்கள் பிரயாசப்பட்டும் ஒன்றும் அகப்படவில்லை, ஆகிலும் ഉമ്മുடைய വാർത്തയിൻപടി വലയെ പോടുகிறேன் என்றான். പത്രോസിന്റെ അടുക്കൽ യേശു വന്നിട്ട്, ആ പടകിന്റെ കരയിൽ യേശു വന്നിട്ട് പത്രോസിനോട്, പത്രോസേ, അവിടെ കുറെ പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, പണിയെല്ലാം തീർന്ന് വല കഴുകുന്ന കുറെ പേരുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അവർ കുറച്ചുപേർ ഒരുമിച്ച് അവിടെ വല കഴുകുക. പക്ഷെ യേശു പത്രോസിനോട് വന്ന്, പത്രോസേ, പടകൊന്ന് നീക്കാൻ പറഞ്ഞു. പത്രോസ് പടക് നീക്കി കർത്താവ് അവിടെ ഒന്ന് സംസാരിച്ചു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവിടെ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഈ ആഴത്തിലേക്ക് പോയി വല വീശാൻ പറഞ്ഞു. ആഴത്തിലേക്ക് പോയി വല വീശാനിട്ട്. ആ പത്രോസിനോട്, കർത്താവ്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. അതായത് മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം, അതായത് ഈ പകലായി കഴിയുമ്പോൾ ചൂട്, വെളിച്ചം, ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ മീൻ ആഴത്തിലേക്ക് പോകും. മുകളിലെ പരപ്പില് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പതുക്കെ മോളിൽ കയറി വരും. ഈ എന്താ പറയുന്നത്, സൂര്യപ്രകാശം കുറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ തണുപ്പ് വന്നു കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് കയറി വരും. അപ്പൊ എന്ത് ചെയ്യും? ഇനി മീൻ പിടിക്കാൻ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ രാത്രി പോകുന്നതിന് കാരണം അതാ. കാരണം അവിടെ അപ്പം ഈ താഴെ കിടക്കുന്ന മീനെല്ലാം മുകളിലേക്ക് കയറി വരും. അപ്പൊ രാത്രിയില് മോളിൽ വന്ന് കിടക്കുന്ന മീൻ പകലാകുമ്പോ എല്ലാം താഴേക്ക് പോകും. പക്ഷെ പത്രോസ് പറയുക, കർത്താവേ, ഇന്നലെ രാത്രി എല്ലാം ഞാനിവിടെ മീൻ പിടിക്കാനായിട്ട് പോയതാ, പക്ഷേ മീനുകൾ എന്ത് ചെയ്തില്ല, ഞാൻ പിടിക്കുന്ന പരിധിക്കകത്ത് ഒരെണ്ണം പോലും കയറി വന്നില്ല. അപ്പോഴ് ഇവിടെ പത്രോസ് പറയുക, കർത്താവ്, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവാണ് പറഞ്ഞ ആഴത്തിലേക്ക് വലയിറക്കാൻ. എങ്ങോട്ടാ? ആഴത്തിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, മീൻപിടുത്തത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വശമുണ്ടോ എന്നറിയില്ല. ഈ ചിലര് അറിയാലോ, വലിയ വല അവർ രാത്രി കൊണ്ട് കെട്ടിയിടും, എന്നിട്ട് രാവിലെ വന്നതിനെ വലിച്ചെടുക്കും. അപ്പോഴ് ആ വല എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള വലയാണ്. അത് നീളമുള്ള വലയാണ്, അത് നീളത്തിൽ അങ്ങനെ കിടക്കും. പക്ഷെ രാത്രി മീൻ പിടിക്കാൻ പോകുന്നവർ നീളമുള്ള വലയല്ല കൊണ്ടുപോകുന്നത്. അതിന് ഒരു ലിമിറ്റഡ് വരെ പോകാനുള്ള സാഹചര്യമേ ഉള്ളൂ. ഇവന്റെ കയ്യിലെ വല അങ്ങനത്തെ വലയാ, രാത്രി മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയാ. അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രിയാണ് മീൻ പിടിച്ചത്. ഈ രാത്രി മീൻ പിടിക്കുമ്പോൾ ഒത്തിരി ആഴത്തിലേക്ക് പോകുന്ന വലയല്ല ഇവന്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ കർത്താവ് അറിയാം, പത്രോസേ,
നിന്റെ കയ്യിലെ വലയുടെ കയറും വലിപ്പവും നീളവും നീ നോക്കണ്ട. നീ ഇന്ന് മീൻ പിടിക്കുമ്പോൾ പരപ്പിലാ മീൻ പിടിക്കുന്നെങ്കിലും ആഴത്തിൽ മീൻ പിടിക്കുന്ന പോലെ ഒരു അനുഭവം ഇന്ന് രാത്രി, ഇന്ന് പകൽ നിനക്കുണ്ടാകാൻ പോവാ. കാരണം ഞാനാണ് ആഴത്തെ സൃഷ്ടിച്ചവൻ, ഞാനാണ് പരപ്പിനെ സൃഷ്ടിച്ചവൻ. നിന്റെ കയ്യിലെ വലയുടെ നീളം ചെറുതായിരിക്കാം, പക്ഷെ ഞാൻ പറയുമ്പോ പത്രോസേ, നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ പറയുന്നതിനെ നീ അനുസരിച്ചാൽ നീ ചെല്ലുന്നിടത്ത് മീൻ നിന്നെ അനുസരിക്കും. അതായത് ആ മീനുകളെല്ലാം കൂടെ രാവിലെ ഒച്ച വെച്ച് പത്രോസിനോട് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ട് കാണത്തില്ല, നിങ്ങളുടെ ബൈബിൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്റെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവരിങ്ങനെയാ പറഞ്ഞു, മീനുകൾ ഒരുമിച്ച് പറഞ്ഞു, രാത്രി മുഴുവൻ ഈ പത്രോസിനെ വലയിൽപ്പെടാതെ മാറി നിന്നതാ, പക്ഷെ രാത്രി യേശുവേ നിന്റെ വാക്കിൽപ്പെട്ട് ഞങ്ങൾ വലയ്ക്കകത്ത് കയറുക. ഇന്നലെ രാത്രി മുഴുവൻ പത്രോസിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടതാ, പക്ഷെ നിന്റെ വാക്കിനകത്ത് ഞങ്ങൾ പെട്ടു. ഇന്ന് രാത്രി പറയാം, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലത്, നീ അധ്വാനിച്ചിട്ട് ലഭിക്കാതെ പോയത് ചിലത്, നീ മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകാത്ത ചിലത്, നീ അധ്വാനിച്ചിട്ടും മേടിക്കാൻ കഴിയാത്ത ചിലത്, നീ ഓടിയിട്ടും പ്രാപിക്കാൻ കഴിയാത്ത ചിലത്, ഇന്ന് ദൈവഹല്ലേലൂയ നിന്റെ വലയ്ക്കകത്ത് പെട്ടില്ല. നീ അധ്വാനിച്ചിട്ട് നിന്റെ കൈ വന്നില്ല, നീ ഓടിയിട്ട് നിന്റെ കൈ വന്നില്ല, നീ ചോദിച്ചിട്ട് നിന്റെ കൈ വന്നില്ല, നീ റിക്വസ്റ്റ് അയച്ചിട്ട് നിന്റെ കൈ വന്നില്ല, നീ അധ്വാനിച്ചിട്ട് നിന്റെ കൈ വന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് പറയുക, അവൻ അവന്റെ വചനത്തിൽ പെട്ടതൊന്നും നിന്റെ വലയിൽ പെടാതെ പോകത്തില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, അവന്റെ വചനത്തിൽ കുരുങ്ങിയ ചിലത് ഇന്ന് നിന്റെ വലയ്ക്കകത്ത് കുരുങ്ങാൻ പോവാ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? അവന്റെ വചനത്തിൽ കുരുങ്ങിയത് ചിലത് നിന്റെ വലയ്ക്കകത്ത് ഇന്ന് രാത്രി കുരുങ്ങാൻ പോവാ. അവൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ചിലത് നിനക്ക് വേണ്ടി, യെസ്, ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ചിലത്, ഹല്ലേലൂയ, ഇവിടെ അവൻ ക്ലൈമറ്റിന്റെ പ്രശ്നമല്ല, കാലാവസ്ഥയുടെ പ്രശ്നം ഇവിടെ ബാധകമല്ല, അവൻ രാത്രിയോ പകലോ വിഷയമല്ല. അപ്പൻ സൃഷ്ടിതാവ് അവൻ കരയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് അവൻ പറയുമ്പോ ആഴത്തിൽ പോയ ചിലത് മുകളിലേക്ക് കയറി വരിക. കാരണം എന്നറിയോ? യേശുവിന്റെ വാക്കിൽപ്പെട്ടത് പത്രോസിന്റെ വലയിൽപ്പെട്ടു. ഓ മൈ ഗാഡ്, യേശുവിന്റെ വാക്കിനകത്ത് മീനുകൾ കുരുങ്ങി, പിന്നെ പത്രോസിന്റെ വലയിൽ കുരുങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വലയെറിയാൻ ധൈര്യമുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ചിലത് യേശുവിന്റെ വാക്കിനകത്ത് കുരുങ്ങിയവിടെ നിപ്പുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആമേൻ, നീ ചെയ്യാൻ പോകുന്ന കർത്താവിന്റെ പണിക്ക് വേണ്ടി, നീ ആമേൻ ശുശ്രൂഷിക്കാൻ പോകുന്ന ദേശങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, വിസകൾ റെഡിയായിട്ട് നിൽക്കുക, പ്ലാറ്റ്ഫോമുകൾ റെഡിയായിട്ട് നിൽക്കുക, വലിയ സ്റ്റേഡിയങ്ങൾ റെഡിയായിട്ട് നിൽക്കുക, വലിയ കൂട്ടങ്ങൾ റെഡിയായിട്ട് നിൽക്കുക, രാജാക്കന്മാർ റെഡിയായിട്ട് നിൽക്കുക, ദേശങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. നീ ഒന്ന് പറയാനായിട്ട്, ആമേൻ, പറയട്ടെ, അവന്റെ വാക്കിൽപ്പെട്ട് ചിലത് അവിടെ നിപ്പുണ്ട്. ആമേൻ, നീ വലയിൽ നിറയ്ക്കാൻ മതി, ആ വലയ്ക്കകത്ത് പെടാനായിട്ട് അത് നിൽക്കുക. കാരണം യേശുവിന്റെ വാക്കിനകത്ത് ഇതിങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുക. ആഴത്തിൽ കടന്ന് മീനുകൾ ഉയർന്നു നിൽക്കുക. ആമേൻ, യേശുവിന്റെ വാക്കിൽപ്പെട്ട ചിലത് ഇന്ന് നിന്റെ വലയ്ക്കകത്ത് പെടാൻ പോവാ. ആമേൻ, നാം നേരത്തെ കേട്ട പോലെ ക്ലെയിം ചെയ്ത്, നീ ക്ലെയിം ചെയ്യുമ്പോ ആമേൻ വാക്കിനകത്ത് പെട്ട ചിലത് നിന്റെ വലയ്ക്കകത്ത് പെടും ഇന്ന് രാത്രി. ഇന്ന് യേശുവിന്റെ നാമത്തിൽ എവിടേക്കോ ചലിച്ചുകൊണ്ട് നിൽക്കുന്ന ചിലത് നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് വീഴാൻ പോവാ. എവിടേക്കോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിലത് നിന്റെ ഭവനത്തിനകത്ത് വന്ന് കയറാൻ പോവാ. എവിടേക്കോ നിൽക്കുന്ന ചിലത് നിന്റെ ആലയത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വരാൻ പോവാ. എവിടേക്കോ മാറി നിൽക്കുന്ന ചിലത് നിന്റെ ദൈവികമായി നിനക്ക് വാഗ്ദത്തം ചെയ്ത ചില നന്മയ്ക്കകത്ത് കയറി വരാൻ പോവാ. യേശുവിന്റെ വാക്കിൽപ്പെട്ടത് ചിലത് പത്രോസിന്റെ വലയ്ക്കകത്ത് വിട്ടു. ഓ, എത്ര പേർക്ക് ദൂത് വ്യക്തിപരമായി അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ, ആമേൻ, ആമേൻ, എന്നെ കർത്താവ് വിളിച്ചത് തോറ്റ് വലയമടക്കി പോകാനല്ല. വന്നതാണെങ്കിൽ നിറച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ, ഈ പടകിന്റെ ആമേൻ, ഈ വലയുടെ കയറിന്റെ നീളമൊന്നും നീ നോക്കണ്ട. നീ ഇന്ന് വലയിറക്കുമ്പോ നീ പരപ്പിലായിരിക്കും വലയിറക്കുന്നത്, പക്ഷെ അത് ആഴത്തിൽ എന്ന പോലെ നടക്കും. കാരണം ഞാനാ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നിയത് ചിലത്, ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നിയത് ചിലത്, ഹല്ലേലൂയ, ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നിയ ചിലത് ഉയർന്നു വരാൻ പോവാ. ആമേൻ, ആഴത്തിൽ മറിഞ്ഞു കിടക്കുന്ന ചിലത്, ഇരുട്ടിലെ ഗുപ്തനിധികൾ ഹല്ലേലൂയ ഉയർന്നു വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് നീ അധ്വാനിച്ചിട്ട് ഓടിയിട്ട് ലഭിക്കാതെ പോയത് ചിലത്, യെസ്, പറന്ന് പൊങ്ങി വരിക. എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ വാക്കിൽപ്പെട്ടത് ചിലത് പത്രോസിന്റെ വലയിൽപ്പെടാൻ പോവാ. നീ പത്രോസേ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് നീ ആഴത്തിലേക്ക് പോകുന്നതെങ്കിൽ
എന്റെ വാക്കിൽ കുരുങ്ങി ചില മീനുകൾ അവിടെ നിപ്പുണ്ട്. ഞാൻ വാക്കിന്റെ പേരിൽ നിന്റെ വലയ്ക്കകത്ത് ആ വലയുടെ നീളത്തിനും വലയുടെ വലിപ്പത്തിനും കാലാവസ്ഥയോ തണുപ്പോ ചൂടോ പകലോ വെയിലോ നോക്കാതെ ഒരു മീൻകൂട്ടം, പെരുത്ത മീൻകൂട്ടം വന്ന് നിപ്പുണ്ട്. ഒന്നല്ല 2 പടക് നിറയത്തക്ക അവിടെ ഒരു പെരുത്ത മീൻകൂട്ടം അവിടെ നിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, യേശുവിന്റെ വാക്കിൽ പെട്ടത് ചിലത് നിന്റെ വലയിൽ പെടാൻ പോവാ. ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില കുഞ്ഞുങ്ങൾ യേശുവിന്റെ വാക്കിനകത്ത് കുരുങ്ങിട്ട് നിന്റെ വലയ്ക്കകത്ത് കുരുങ്ങാൻ പോകും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ചില ആത്മാക്കൾ, നഷ്ടപ്പെട്ടു പോയ ചില ശുശ്രൂഷകൾ, നഷ്ടപ്പെട്ടു പോയ ചില ദൈവകൃപ, നഷ്ടപ്പെട്ടു പോയ ദൈവിക സാന്നിധ്യം, നഷ്ടപ്പെട്ടു പോയ ബൈബിൾ വചനം, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ആത്മീക ശക്തി, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ. നിന്റെ അകത്ത് വളരെ ശക്തിയോടെ നിന്ന് ആത്മീകമായ സന്തോഷം നിന്റെ ജീവിതത്തിന് എവിടെയെങ്കിലും മരവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, എന്റെ വാക്കിൽ കുരുങ്ങി ചിലതവിടെ നിൽപ്പുണ്ട്. അത് നിന്റെ വലയിൽ കുരുങ്ങാൻ പോകുന്നു. രാത്രി ചിലരോട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ ജോലിക്ക് വേണ്ടി ഓടി നടന്നിട്ട് ജോലി നടന്നില്ലേ? കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഓടി നടന്നിട്ട് വിവാഹം നടന്നില്ലേ? ഒരു ബിസിനസ്സിന് വേണ്ടി വഴികൾ നോക്കി നടന്നിട്ട് കാര്യങ്ങൾ നടന്നില്ലേ? ശുശ്രൂഷയുടേതായ ചില വലിയ ആവശ്യങ്ങളുടെ മുമ്പിൽ അതിന്റെ വാതിലുകൾ തുറന്നില്ലേ? ഹല്ലേലൂയ. ഇന്ന് ചില കാര്യങ്ങളിൽ നീ നിരാശയോടെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് കർത്താവ് പറയുക, വാക്കിൽ കുരുങ്ങി ചിലതവിടെ നിപ്പുണ്ട്. വാക്കിൽ കുരുങ്ങി ചിലതവിടെ നിപ്പുണ്ട്. ഇന്ന് ചിലത് നിന്റെ വലയ്ക്കകത്ത് കുരുങ്ങാൻ പോവാ. ഇന്ന് രാത്രി നീ കൽപ്പിക്കുമ്പോ യേശുവിന്റെ വാക്കിൽ കുരുങ്ങിയത് ചിലത് നിന്റെ വലയിൽ കുരുങ്ങുന്ന രാത്രിയാണ്. Oh, thank you, Jesus. Thank you, Holy Spirit. Thank you, Father God. Hallelujah. വാക്കിൽ കുരുങ്ങിയത്, എന്റെ കർത്താവിന്റെ വാക്കിൽ കുരുങ്ങിയത് ചിലത് അവന്റെ പത്രോസിന്റെ വലയ്ക്കകത്ത് വന്ന് കുരുങ്ങി. എവിടേക്കോ ചിലത് കുരുങ്ങി നിപ്പുണ്ട്. എന്റെ കർത്താവിന്റെ വാക്കിനകത്ത് കുരുങ്ങി ചിലത് നിപ്പുണ്ട്. എപ്പോഴാ നീ വലയിടുന്ന? ഞാൻ റെഡിയാ കയറാനെന്നും പറഞ്ഞു റെഡിയായിട്ട് നിപ്പുണ്ട്. റെഡിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ഗാഡ്. വായിക്കാം 2 രാജാക്കന്മാർ 6:7. 2 Kings chapter 6 verse 7. 2 Kings chapter 6 verse 7. 2 Kings chapter 6 verse 7. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അത് എടുത്തു. அதை எடுத்துக்கொள் என்றான். அப்படியே அவன் தன் கையை நீட்டி அதை எடுத்துக்கொண்டான். ആ ഇരുമ്പ് പൊങ്ങി വന്നു. അതിന്റെ 7ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു, ആ ഇരുമ്പ് പൊങ്ങി വന്നു, അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. പ്രവാചക ശിഷ്യന്മാര് ടെന്റ് വലുതാക്കാൻ വേണ്ടി വലിയ പണിയാ ടെന്റ് വലുതാക്കാനായിട്ട്. അപ്പൊ അവിടെ ഒരുതം കോടാലി മേടിച്ചോണ്ട് വന്നു. സ്വന്തം കോടാലി അല്ല, വാടകയ്ക്ക് മേടിച്ചോണ്ട് വന്നതാണ്, കടം മേടിച്ചോണ്ട് വന്നതാ, വായ്പ വാങ്ങിച്ചോണ്ട് വന്നതാ. അവിടെ അത് വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അത് വെള്ളത്തിൽ തെളിച്ചു പോയി ചെളിക്കകത്ത് ചെന്ന് വീണു. അവർ ഓടി വന്ന് പറഞ്ഞു, അത് മുറിക്കുമ്പോൾ കോടാലി ഈ ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു നാം എന്ന് വിളിച്ചു. അത് എവിടെ വീണു എന്ന് ലേവ്യപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു കൊടുത്തു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. അതായത് പ്രിയപ്പെട്ട, പഴയ നിയമത്തിൽ എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന ഈ കോല് ഒരു അടയാളമായിട്ട്. അതായത് യാക്കോബ് കോലിൽ ചാരി, കോല്. ദാവീദിന്റെ കയ്യിൽ ഒരു കോൾ ഉണ്ടായിരുന്നു. മോശയുടെ കയ്യിൽ ഒരു കോൾ ഉണ്ടായിരുന്നു. അഹ്റോനെ ഉയർപ്പിച്ചത്, അഹ്റോനെ അടയാളമാക്കി വെച്ചത് ഒരു കോല. പഴയ നിയമത്തിൽ കോലുകൾ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ വാക്കുകൾക്ക് സമമാണ്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. മോശയോട് കർത്താവ് പറഞ്ഞു, മോനെ അടിക്കടാന്ന് പറഞ്ഞു, അടിച്ചു. 2ാം പ്രാവശ്യം പറഞ്ഞു, ഇപ്പൊ അടിക്കണ്ട, ഇത് 2ാമത്തെ ദൂതാണ്. 1ാമത്തെ നീ അടിക്കുന്നത് പഴയ നിയമം അടിയും പുതിയ നിയമം വചനവുമാണ്. അപ്പൊ അതുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം നീ അടിക്കരുത്, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പഴയ നിയമം ആവർത്തിച്ചു. അതാ പറ്റിപ്പോയത്. അപ്പോഴ് ഇവിടെ ഈ പ്രവാചക ശിഷ്യനോട് പറഞ്ഞു, നീ എവിടെ വീണെന്ന് മാത്രം കാണിച്ചു തരാൻ പറഞ്ഞു. ആ കറക്റ്റ് സ്ഥലത്ത് അവനൊരു കോല് വെട്ടിയിട്ടു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കോല് വെട്ടിയിട്ടപ്പോൾ ആ ഇരുമ്പ് പൊങ്ങി വന്നു. ആ കോല് വെട്ടിയിട്ടപ്പോ ഇരുമ്പ് പൊങ്ങി വന്നു.
അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും ഉയർന്നു വരത്തില്ല എന്ന് ലോകവും സാഹചര്യവും പറഞ്ഞിടത്ത്, ഇനി അതിനൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞിടത്ത്, രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ചിലരോട് കർത്താവ് പറയുകയാണ്, ആമേൻ, ചെളിക്കകത്ത് ആണ്ടുപോയത് ചിലത്, നിന്റെ വാക്കിനാൽ ചിലത് ഉയർന്നു വരാൻ പോവാ. നീ തേടി നടക്കുന്ന ചിലത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ചിലത് വാക്കിൽ കുരുങ്ങി അവിടെ നിപ്പുണ്ട്, അത് നിന്റെ വലയിൽ കുരുങ്ങാൻ റെഡിയാണ്. വാക്കിൽ കുരുങ്ങി ചിലത് അവിടെ നിൽപ്പുണ്ട്, അത് നിന്റെ വലയിൽ കുരുങ്ങാൻ റെഡിയാണ്. ഇന്ന് പതഞ്ഞുപോയത്, അടർന്നുപോയത്, നഷ്ടപ്പെട്ടു പോയത്, വീണുപോയത്, this month is month of new beginning and great restoration. ഇവിടെ കർത്താവ് പറയുക, ആ ഇരുമ്പ് ഉയർന്നു വന്നതുപോലെ ചില ജീവിതങ്ങളുടെ അകത്ത് ഇനി ഒരിക്കലും ഉയരുകയില്ല എന്ന് പറഞ്ഞ ചിലത് ഈ ദിവസങ്ങൾ ഉയർന്നു വരിക. ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ ചിലതിനെ എന്റെ കർത്താവ് സാധ്യമാക്കുകയാണ്. ഇനി ഒരിക്കലും തുറന്നു വരികയില്ല എന്ന് പറഞ്ഞ ചില വാതിലുകളെ അവൻ തുറന്നിടുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിന്റെ ചോദ്യാവലികൾ ഇവിടെ ആവർത്തിക്കണ്ട. ആമേൻ, ഹല്ലേലൂയ. നിന്റെ സംശയത്തിന്റെ, ആമേൻ, പുനരാവർത്തനത്തിന്റെ സമയമല്ലിത്. ആമേൻ, വിശ്വാസത്തിൽ ചിലതിനെ കൈനീട്ടി എടുക്കാനായിട്ട് റെഡിയാണെങ്കിൽ ചിലത് ഉയർന്നു വന്ന് നിപ്പുണ്ട്. വെള്ളത്തിന് മീതെ ചിലത് ഉയർന്നു വന്ന് നിപ്പുണ്ട്. ഇവിടെ ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞ കാര്യമാ, മുങ്ങി തപ്പാനല്ല പറഞ്ഞ, എടുത്തോളാൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വെള്ളത്തിൽ, ആമേൻ, അത് പൊങ്ങി വന്ന് നിൽക്കുക. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ചിലത് ഉയർന്നു വന്ന് നിൽക്കുകയാ, നിന്റെ കൈ നീട്ടി എടുക്കത്തക്കവണ്ണം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ആമേൻ, തലമുറകളുടെ നന്മയാകട്ടെ, ആമേൻ, ഹല്ലേലൂയ, ദൈവിക വിളിയാകട്ടെ, വാഗ്ദത്തങ്ങളാകട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ, സമൃദ്ധിയാകട്ടെ, ദൈവിക ദർശനത്തിന്, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയുള്ള, ആമേൻ, ഹല്ലേലൂയ, റിസോഴ്സസ് ആകട്ടെ. ഹല്ലേലൂയ. ചിലത് ഉയർന്നു വന്ന് നിൽപ്പുണ്ട്. കൈനീട്ടി എടുക്കുക, കൈനീട്ടി എടുക്കുക, കൈനീട്ടി എടുക്കുക. പത്രോസേ, നീ ഈ കടൽ തീരത്ത് വന്നത് മീൻ പിടിക്കാനാ, പക്ഷെ പത്രോസേ, ഞാൻ വന്നത് നിന്നെ പിടിക്കാനാ. നീ വന്നത് മീൻ പിടിക്കാനാ, പക്ഷെ ഞാൻ വന്നത് നിന്നെ പിടിക്കാനാ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് പറയുക, പത്രോസേ, ഇതുവരെ നീ മീൻ പിടിക്കുന്നവനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നിൽ ഒരു മാറ്റം വരുത്തുക. ഞാൻ പിടിക്കുന്ന പോലെ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാൻ പോവാ, നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചിലത് യേശുവിന്റെ വാക്കിൽ കുരുങ്ങി, ചിലത്, ആമേൻ, ഉയർന്ന, ഹല്ലേലൂയ, ഉയർന്ന പ്രതലത്തിൽ നിൽപ്പുണ്ട്. കരം നീട്ടാൻ റെഡിയാണെങ്കിൽ, വല വീശാൻ റെഡിയാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരുമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഇതുവരെ പെടാത്ത പോലെ, ഇതുവരെ നിനക്ക് ലഭിച്ചിട്ടില്ലാത്ത പോലെ ഒരു വലിയ മീൻപിടുത്തത്തിന്റെ ദിവസമാക്കി, ആമേൻ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ രാത്രിയാക്കി, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാതിലുകൾ അടഞ്ഞ്, ജീവിതത്തിന്റെ വഴികൾ അസ്തമിച്ച്, ഇനി ഒരു സാധ്യതയും സാഹചര്യം ഇല്ല എന്ന് എഴുതിത്തള്ളി ലോകവും വ്യക്തികളും കുടുംബങ്ങളും സാഹചര്യങ്ങളും ഡോക്ടർമാരും, ഹല്ലേലൂയ, ശാസ്ത്രവും സാഹചര്യങ്ങളും സാധ്യതകളും നാട്ടുകാരും വീട്ടുകാരും പാസ്റ്ററും അച്ഛനും തിരുമേനിയും, ആമേൻ, മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും ഒരുപോലെ എഴുതിത്തള്ളി വിധിച്ചു തീർന്നു എന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോ, ഹല്ലേലൂയ, ആമേൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, അബ്രഹാമിന് ഇനി ഒരു സാധ്യതയുമില്ല, സാറയ്ക്കിനി ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞെടുത്ത് 100-90 വയസ്സുകളിൽ അവർക്ക് തലമുറകൾ നൽകി മാനിച്ചവനായ കർത്താവ്, ആമേൻ, ഇനി ഒരിക്കലും ഉയർന്നു വരത്തില്ലെന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു കളഞ്ഞ, ആമേൻ, യോസഫിനെ, ആമേൻ, ഹല്ലേലൂയ, കടത്തിനകത്ത് ഇനി ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് യോസഫിനെ ദേശത്തിന്റെ അധിപതിയായി മാറ്റി ആ വിറ്റുപോയ അതേ സഹോദരങ്ങളുടെ കയ്യിൽ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി മാനിച്ചെങ്കിൽ കർത്താവ് രാത്രി അടഞ്ഞുപോയ ചില അധ്യായങ്ങൾ തുറക്കട്ടെ. ആമേൻ, നഷ്ടപ്പെട്ടു പോയ ചില, ആമേൻ, ഇരുമ്പ് കമ്പികൾ ഉയർന്നു വരട്ടെ. അധ്വാനിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ചിലത്, ആമേൻ, ഹല്ലേലൂയ, ചില വലയ്ക്കകത്ത് കുരുങ്ങി വലിയ മീൻപിടുത്തത്തിന് ദിവസങ്ങളുമാകട്ടെ. കർത്താവേ, അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണം. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടെ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.